നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോർട്ട് കൊച്ചി ഏരിയയിലേക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അവിടെ നമുക്ക് കുറേ ഈവൻസിൻ്റെ വർക്ക്സ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ ഡെലിവറി കൊടുക്കുക, അവിടെ നിന്ന് എടുക്കാനുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ എടുക്കുക. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ ഡെക്കറേഷൻ ടീംസിൻ്റെ വർക്കാണ്, ഈവൻറ്റ്സ് അല്ല കേട്ടോ. അവർ മെയിനായിട്ട് ഡെക്കറേഷൻ ടീംസാണ്. അപ്പോൾ ഈ പന്തലിൻ്റെ വർക്ക് അങ്ങനെയുള്ള വർക്കുകളുടെ ആണ് മെയിനായിട്ട് അവർ. വണ്ടിക്കകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ലോഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ബില്ലായാൽ മാത്രം മതി. ബില്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് പോകും. അപ്പോൾ ബിൽസും കാര്യങ്ങളെല്ലാം കിട്ടി. നമുക്ക് വണ്ടി ഫുൾ ലോഡാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നേരെ ഫോർട്ട് കൊച്ചിക്ക് പോവുകയാണ്. നേരെ തൂക്കുംപടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴക്കാറാണ് കേട്ടോ. അതേപോലെ മഴ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുക്കേണ്ട സ്ഥലം എത്തി. അവരുടെ ഗോഡൗണാണ്. ഗോഡൗണിലേക്ക് പോയി സാധനങ്ങളൊക്കെ ഇറക്കി കൊടുത്ത് ബില്ലും കൊടുത്ത് നമ്മൾ ഇവിടുന്ന് എടുക്കാനുള്ളത് എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത് നമുക്ക് ഇനി പോകാനുള്ള മരടാണ്, തൃപ്പൂണിത്തുറ മരടാണ്. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടെ സാധനങ്ങളൊക്കെ ഇറക്കി കൊടുത്തു. ഇനി ഇവിടുന്ന് നമ്മൾ പോകാൻ പോവാണ്. ഡെക്കറേഷൻ ടീംസും ആണ്. അപ്പോൾ ഇവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പറയുന്നത് ഇവരുടെ സീലിംഗ് ക്ലോത്തിൻ്റെ തുണി, അതേപോലെ ചെയർ കവറുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ്. അപ്പോൾ ഇവർ ഇങ്ങനത്തെ സീലിംഗ് ക്ലോത്ത് സംബന്ധമായിട്ടും അല്ലെങ്കിൽ പഗോഡ വാഷിങ്ങുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സീലിംഗ് ക്ലോത്തിൻ്റെ സ്റ്റെയിൻസ് എടുത്ത് കളയുക, അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏരിയയിലേക്ക് വരുന്നവർക്കറിയാം, ഈ റൂട്ട് കാണാൻ നല്ല ഭംഗിയുള്ള റൂട്ടാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു കായലും പിന്നെ വഴിയോര കച്ചവടങ്ങളും അങ്ങനെ പല ഇതായിട്ട് ചെറിയ നല്ല നടപ്പാതയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു റൂട്ടാണ് കേട്ടോ. അപ്പോൾ ഈ തൊപ്പടി ഏരിയയിലേക്ക് വന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കായലാണ്. ആ കായലിൻ്റെ തീരത്ത് തന്നെ കുറേ ആൾക്കാർ ചൂണ്ടിട്ട് മീൻ പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ തോക്കുംപടി പാലം കയറുകയാണ്. തോക്കുംപടി പുതിയ പാലമാണ് കേട്ടോ. ആ കാണുന്നതാണ് തോക്കുംപടിയുടെ പഴയ പാലം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തോക്കുംപടിയുടെ ഉള്ളേരിയകളിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ വഴികളെല്ലാം ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. പിന്നെ വീടുകളെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് ഉള്ള വീടുകളാണ്. പിന്നെ ഇവിടുത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അടുത്തടുത്തായിരിക്കും കേട്ടോ. നമ്മുടെ ഡെലിവറികളെല്ലാം വളരെ അടുത്തടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വഴികളും ഒരേപോലെ ഇരിക്കണതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇത് എവിടെയൊക്കെ ചെല്ലുന്നത്, എങ്ങോട്ടൊക്കെ ചെല്ലുന്നതെന്നൊക്കെ. ഈ റോഡുകളെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. പക്ഷെ എങ്ങനെയൊക്കെ വഴി തെറ്റിയാലും അവസാനം നമ്മൾ തോക്കുംപടി തന്നെ കറങ്ങി എത്തും എന്നറിയാം. അതുകൊണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. കണ്ടോ, കാർപ്പറ്റൊക്കെ റോഡിൽ വിരിച്ചിട്ടാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് കാർപ്പറ്റൊക്കെ നനഞ്ഞിട്ട് റോട്ടിൽ വിരിച്ചിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ ഗോഡൗണിൽ എത്തി കേട്ടോ. അപ്പോൾ ഗോഡൗണിലേക്ക് തുണി എടുക്കാനുള്ള അവർ പാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞു. അടുത്ത് നമ്മളൊരു ഗോഡൗണിലേക്കാണ് പോകുന്നത്. വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടുങ്ങിയൊരു വഴിയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്കുള്ള പോകുകയെന്നുണ്ടോ, അതെല്ലാം ഇതേപോലെ കുഞ്ഞു റോഡുകളാണ്. ഇതിൻ്റെ അകത്താണ് ഇവരുടെ ഒരു ഗോഡൗൺ വെച്ചിരിക്കുന്നത്. ഇത് ഏറ്റവും ഫിറ്റ് എന്ന് പറയുന്നത് രണ്ട് റോഡുകൾ നമ്മൾ ചേരുന്നതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഒരു പോസ്റ്റ് വെച്ചാണ്. എങ്ങനെയാണ് ഇതിക്കുള്ള വണ്ടി പോവുക എന്ന് എനിക്കറിയില്ല. കണ്ടോ, കറക്റ്റ് രണ്ട് റോഡിൻ്റെ സെൻറ്ററിലായിട്ടാണ് പോസ്റ്റ് വെച്ചേക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ പെട്ടുപോകുന്നത്. വണ്ടി വളയ്ക്കാനും പറ്റത്തില്ല, മൊത്തം റിവേഴ്സ് വെച്ച് തന്നെ വരണം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗോഡൗൺ ഉണ്ട്. അപ്പോൾ ഗോഡൗണിൽ നിന്ന് വർക്കുകളൊക്കെ കൊടുത്തു. ഇവിടെ നിന്നൊന്നും എടുക്കാനില്ല. ഇന്ന് മൊത്തത്തിൽ വർക്കുകൾ എങ്ങും എടുക്കാനുണ്ടായില്ല കേട്ടോ. മൊത്തത്തിൽ ഇന്ന് ഇവിടുത്തെ ഈ ഏരിയയിലെ സംഘടനയുടെ വാർഷികവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ വർക്കുകളൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ആക്ച്വലി നമ്മളിവിടെ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. ഇപ്പോൾ നമുക്ക് ഇവരെ സാധനം കൊണ്ട് ഇറക്കി കൊടുത്തു. ഇവർ ആക്ച്വലി പന്തലിൻ്റെ വർക്ക് ചെയ്യുന്നവരല്ല. ഇവർ മെയിനായിട്ട് ഈവൻറ്റ്സ്, സ്റ്റേജ് വർക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു പുതിയ ടീമിൻ്റെ വർക്ക് എടുക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് ഉൾഭാഗങ്ങളാണ് ഇത് കാണുന്നത്. പഴയ ഫോർട്ട് കൊച്ചി, പഴയ വീടുകളും ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അത് ഇപ്പോൾ ഈ പോകുന്ന വഴിക്ക് കാണാം കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഇതെല്ലാം പഴയ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ഫോർട്ട് കൊച്ചി ടൂറിസത്തിൻ്റെ ഒരു മെയിൻ
ഭാഗം കൂടിയാണ്. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ ഏരിയ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ള് പഴയ കെട്ടിടങ്ങളാണ്. പഴയ മാർക്കറ്റും സംഭവങ്ങളൊക്കെയാണ്. ഇതേപോലെ കുറേ എന്താ പറയുക, വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാൻ കേട്ടോ. റോഡ് പോകുമ്പോൾ ഇങ്ങനെ അടിപൊളി. ആക്ച്വലി അങ്ങനെ നമ്മുടെ പിക്കപ്പ് പോയിന്റ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ആദ്യമായിട്ടാണ് നമ്മൾ ഇവരെ വർക്ക് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് അവരുടെ ഗോഡൗൺ വരുന്നത്. ഓക്കെ, എല്ലാത്തിനും മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ പിക്കപ്പും ഡെലിവറിയും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഫിനിഷായി. അപ്പോൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങളെല്ലാം കസ്റ്റമറിൻ്റെ ഡീറ്റെയിലും ഒക്കെ എഴുതിയിട്ട് അവർ അൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.